அப்பா, அம்மா, சொந்தம், பந்தம் இதையெல்லாம் யோசிக்காம என்னைக்காவது நீங்கள் தற்கொலை பண்ணணும்னு யோசிச்சிருக்கீங்களா? அப்படின்னா நீங்கள் கண்டிப்பாக இந்த கொரியன் ட்ராமா பார்த்தே தான் ஆகணும். എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി ക്ഷണിക്കുന്നു. എൻ്റെ അവസാനത്തെ വീഡിയോ 4 വർഷങ്ങൾക്ക് മുന്നേ ആയിരുന്നു. അതിനുശേഷം എനിക്ക് ജോലിക്കാര്യങ്ങളും തിരക്കൊക്കെ കൊണ്ട് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഈ 4 വർഷങ്ങൾ കൊണ്ട് ഞാൻ കണ്ട എനിക്കിഷ്ടപ്പെട്ട കുറച്ച് ഡ്രാമകൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ്. ഇത് പലരും കണ്ടൊരു ഡ്രാമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് റിലീസായിരിക്കുന്നത് 2023 ഡിസംബർ 15-നാണ്. ഇതിൽ ലീഡിങ് കഥാപാത്രങ്ങളായിട്ട് വരുന്നത് 3 പേരാണ്. ആക്ടേഴ്സിൻ്റെ യഥാർത്ഥ പേര് പറയുന്നില്ല. കഥാപാത്രങ്ങളുടെ പേര് ലീജിസു, അത് നമ്മുടെ ആക്ട്രസ്സാണ്. അതിനുശേഷം ചോയ്ജെ, അതിൽ ആക്ടറാണ്. വില്ലനായിട്ട് വരുന്ന തേയു എന്ന് പറയുന്ന ഒരാളാണ്. 넌 앞으로 12번 죽게 된다. 그리고 어떤 몸으로 깨어나도 무조건 죽게 된다. 뭐야 이 얼굴? 내 얼굴이 아니잖아. 잘리고 썰리고 짓누르고 태워지고 그렇게 죽음이 얼마나 고통스러운 건지 느껴봐. 내가 무슨 죄를 지었다고? ഈ ഡ്രാമയിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഇതിലെ നായക കഥാപാത്രം തന്നെയാണ്. കാരണം ജീവിതത്തിൽ ഓരോന്നിൻ്റെ പുറകെ പോയിട്ടും ഒരു സ്ഥലത്ത് എത്തിപ്പെടാതെ അവസാനം മരണം എന്നുള്ളൊരു ഓപ്ഷൻ സ്വീകരിച്ച ഒരാൾ നമ്മുടെ ഇടയിൽ എവിടെയൊക്കെയോ മറഞ്ഞു പോയിട്ടൊരു മുഖമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് തന്നെയല്ല, ഈ ഡ്രാമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു ബൂമറാങ് പോലെ നമ്മൾ എവിടെ തുടങ്ങുന്നു അവിടെ തന്നെ വന്ന് ഇത് അവസാനിക്കുന്നുണ്ട്. ഡ്രാമയുടെ ഏകദേശം രൂപം ഞാൻ പറയാം. ഇതൊരു എക്സ്പ്ലനേഷൻ അല്ല, ഡീറ്റെയിൽഡ് റിവ്യൂ അല്ല, എന്നിട്ട് നല്ല ഏകദേശം രൂപം ഞാൻ പറയാം. ഡ്രാമ തുടങ്ങുമ്പോഴേ നമ്മൾ കാണുന്നത് പൊട്ടിക്കരയുന്ന നായകനെയാണ്. നായകൻ ഒരു ലോകത്തിൻ്റെ ഒരു മൂലക്കിരുന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവിടെ നിന്നൊരു കഥാപാത്രം വരുന്നുണ്ട്. കഥാപാത്രം ഒരു സ്ത്രീയാണ്. സ്ത്രീ വന്നതിന് ശേഷം നായകനെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നീ ആത്മഹത്യ ചെയ്തു, ആത്മഹത്യ ചെയ്തതിന് ശേഷമുള്ള ലോകത്താണ് നീ നിൽക്കുന്നത്, ഇതിന് ശേഷമാണ് നിന്നെ സ്വർഗത്തിലേക്ക് വിടണമെന്ന് നരകത്തിലേക്ക് വിടണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുന്നത്. അതെല്ലാം പറഞ്ഞതിന് ശേഷം നീ വലിയൊരു തെറ്റ് ചെയ്തു, ആ തെറ്റിൻ്റെ ഫലം നീ അനുഭവിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് നായകന് നേരെ തോക്ക് ചൂണ്ടുന്നു. നായകനെ വെടിവെക്കുന്നു. വെടികൊണ്ടതിന് ശേഷം നായകൻ ആകാശത്തു നിന്ന് താഴേക്ക് വീഴുന്നതായിട്ടാണ് കാണിക്കുന്നത്. അവിടെ നിന്നാണ്, ആ വീഴ്ചയ്ക്ക് ശേഷമാണ് കഥ തുടങ്ങുന്നത്. പിന്നെ നമ്മുടെ നായകനെ കാണിക്കുന്നു. ഈ നിൽക്കുന്ന സുന്ദരനാണ് നമ്മുടെ നായകൻ. നായകൻ്റെ പേര് ചോയ്ജെ എന്നാണ്. ചോയ്ജെ അദ്ദേഹത്തിൻ്റെ കാമുകിയുമായിട്ട് സംസാരിക്കുന്ന സീനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാമുകിയുടെ ഒരു ലീജിസു ഒരു ലേഖകയാണ്. ചോയ്ജയെ തുടക്കം തൊട്ട് ഒരു തോൽവിയായിട്ടുള്ള കഥാപാത്രമായിട്ടാണ് കാണിക്കുന്നത്. കാരണം പല വർഷങ്ങളായിട്ട് ജോലിക്ക് വേണ്ടിയിട്ട് അലഞ്ഞിട്ടും ചോയ്ജെ ഉദ്ദേശിച്ചൊരു ജോലി കിട്ടുന്നില്ല. തൽക്കാലം ചോയ്ജെ അല്ലറയുള്ള പരിപാടികളും പാർട്ട് ടൈം ജോലിയൊക്കെ ആയിട്ടാണ് ജീവിച്ച് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഇരിക്കെ തേക്കാങ് എന്ന് പറയുന്നൊരു വലിയ കമ്പനിയുടെ ഫൈനൽ ഇൻ്റർവ്യൂവിലേക്ക് ചോയ്ജെ സെലക്ട് ആകും. അങ്ങനെ ഇൻ്റർവ്യൂ ദിവസം തൊട്ടാണ് നായകൻ്റെ നല്ല ഇൻട്രോ തുടങ്ങുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഇൻ്റർവ്യൂവിന് പോകുന്നതിൻ്റെ ഒരു സന്തോഷം ഇതൊക്കെ ആയിട്ട് നായകൻ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് കാമുകിനെ വിളിക്കുന്നുണ്ട്. കാമുകിനെ വിളിച്ച് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇൻ്റർവ്യൂവിന് പോകുന്നത്, എനിക്ക് അതിൻ്റെതായിട്ടുള്ള പേടിയും ടെൻഷനൊക്കെ ഉണ്ട്. അപ്പം നായകൻ ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട്, നിന്നെക്കൊണ്ട് പറ്റും, നിന്നെക്കൊണ്ട് എല്ലാം പറ്റും. അവസാനം നമ്മുടെ കൊറിയക്കാർ പറയുന്നത് ഫൈറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പോകുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ അപ്രതീക്ഷിതമായിട്ട് ഒരു ആക്സിഡൻറ്റ് ചോയ്ജയുടെ മുന്നിൽ വെച്ച് നടക്കുന്നത്. ചോയ്ജനെ തട്ടി മാറ്റി അയാൾ ഓടുന്നത് നേരെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. നേരെ കാറിൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കുന്നു. കാർ ഇടിച്ച് തെറിപ്പിക്കുന്നു. ചോയ്ജയുടെ മുന്നിലേക്ക് തന്നെ അയാൾ വന്ന് വീഴുന്നു. അതിനുശേഷം വായുന്ന രക്തമൊക്കെ വന്ന് ആൾ മരണത്തിലേക്കുള്ള ഒരു തയ്യാറെടുപ്പായിരുന്നു. ഇതൊക്കെ കണ്ട് ചോയ്ജ ശരിക്കും പരിഭ്രാന്തരാകുന്നുണ്ട്. കാരണം ചോയ്ജയുടെ കഥാപാത്രം ഒരു പേടിത്തൊണ്ടനായിട്ടുള്ളൊരു കഥാപാത്രം ഇതിനകത്ത്. ചോയ്ജ അദ്ദേഹത്തിൻ്റെ മരണം മുന്നിൽ നിന്നുകൊണ്ട് കാണുന്നു. ചോയ്ജയുടെ ഉള്ള മൈൻഡ് മുഴുവൻ പോകുന്നു. ഇത്രയൊക്കെ സംഭവിച്ചെങ്കിലും ആൾ എന്തായാലും ഇൻ്റർവ്യൂവിന് വന്നതല്ലേ, അപ്പോൾ ഇൻ്റർവ്യൂക്ക് അറ്റൻഡ് ചെയ്ത് ജോലിയൊക്കെ മേടിച്ച് പോകാമെന്ന് ഓർത്ത് ചോയ്ജ നേരെ ഇൻ്റർവ്യൂവിന് പോകുന്നു. അവിടെ ചെന്നിരുന്ന പാനലിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ചോയ്ജയുടെ മുന്നിൽ വെച്ച് യാദൃശ്യമായിട്ടൊരു ആക്സിഡൻറ്റ് നടന്നുകൊണ്ട് ചോയ്ജയ്ക്ക് ആ സാഹചര്യത്തെ അംഗീകരിക്കാൻ പറ്റിയിരുന്നില്ല. അങ്ങനെ ചോയ്ജ അവിടെ നിന്ന് നിരാശനായിട്ട് ഇറങ്ങിപ്പോരുന്നു. ഇൻ്റർവ്യൂവിന് സെലക്ട് ആവുന്നില്ല. ആ ഇൻ്റർവ്യൂവിൽ തന്നെ വില്ലനെ കാണിക്കുന്നുണ്ട്. തുടക്കം തന്നെ നമുക്ക് മനസ്സിലാകും ഒരു വില്ലനാന്നുള്ള കാര്യം. അവനാണ് ഇതിൻ്റെ വില്ലൻ എന്നുള്ളത് മനസ്സിലാകും. അതിനുശേഷം ചോയ്ജ നേരെ വീട്ടിലേക്ക് വരുന്നു. വീട്ടിലേക്ക് വരാൻ നേരത്ത് ചോയ്ജയുടെ സാധനങ്ങളെല്ലാം വെളിയിൽ ഇറക്കി വെച്ചേക്കുക. അതായത് വീടിൻ്റെ വാടക കൊടുക്കാനില്ലാതെ ചോയ്ജയുടെ സാധനങ്ങളെല്ലാം എടുത്ത് വെളിയിൽ വെച്ചേക്കുവാണ്. ചോയ്ജ അവിടെ നിന്ന് തകർന്ന് വീണ്ടും കാമുകിനെ കാണാൻ വേണ്ടി പോകുന്നു. കാമുകിനെ കാണാൻ പോകുന്ന നേരത്ത് കാമുകി വേറൊരാളുടെ കൂടെ വന്ന് കാറിലിറങ്ങി അയാൾക്ക് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ആളെ വീട്ടിലേക്ക് വരുന്നൊരു സീനാണ്. ആ ചാടിയതിന് ശേഷമുള്ള ബാക്കി ഭാഗമാണ് ഫസ്റ്റ് എപ്പിസോഡിൽ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത്. അന്നേരം നമുക്കൊന്നും മനസ്സിലാകത്തില്ല. ഈ ഒരു പകുതി ഭാഗം കണ്ടതിന് ശേഷമുള്ളൂ അതിൻ്റെ ബാക്കിയായിട്ടാണ് വരുന്നത് മനസ്സിലാകുന്നത്. അതിനുശേഷമാണ് കഥയുടെ പൂർണ്ണ രൂപത്തിലേക്ക് നമ്മൾ വരുന്നത്. അവിടെ ഉണ്ടായിരുന്ന ഡെത്ത് എന്ന കഥാപാത്രം നമ്മുടെ ചോയ്ജയെ മാനസികമായിട്ട് കുറേ തകർക്കാൻ നോക്കുന്നുണ്ട്. നീ ചെയ്തൊരു വലിയ തെറ്റാണെന്ന് മാത്രമേ പറയുന്നുള്ളൂ, പക്ഷേ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നില്ല. അപ്പം ചോയ്ജ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഞാൻ എന്ത് തെറ്റായത്, എനിക്കെൻ്റെ ജീവിതം എടുത്ത് ഞാൻ ആത്മഹത്യ ചെയ്തു, അത്രേ ഉള്ളൂ, ഞാൻ ആർക്കും ഉപദ്രവം ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് എന്നിങ്ങനെ ആവർത്തിച്ച് പറയുന്നുണ്ട്.
അപ്പോഴാണ് ചോദിച്ച് മനസ്സിലാക്കുന്നത് ചോദിച്ച് ഇതിലായിട്ട് മരിച്ചിട്ടില്ല. സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും നടുക്കായിട്ടാണ് ചോദിച്ച് ഇപ്പോൾ നിൽക്കുന്നത്. ചോദിച്ചയ്ക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്, ഒന്നുകിൽ മരിക്കുക അല്ലെങ്കിൽ 12 കഥാപാത്രങ്ങളായിട്ട് ജീവിക്കുക. അതായത് ചോദിച്ചയ്ക്ക് 12 പേരുടെ ശരീരത്തിൽ ജീവിക്കാൻ പറ്റും. അവരെല്ലാം മരിക്കാനുള്ളവരാണ്. മരിക്കുന്നതിന് തൊട്ട് മുന്നേ ഉള്ള നിമിഷം ആണ് ചോദിച്ചയ്ക്ക് കിട്ടുന്നത്. ആ മരണത്തിൽ നിന്ന് അവരെ രക്ഷിച്ചു കഴിഞ്ഞാൽ ആ ശരീരമായിട്ട് ജീവിക്കാം. പക്ഷേ അവർ മരിക്കാൻ സാധ്യതയുണ്ട്. ആ മരണത്തിൽ നിന്ന് എങ്ങനെയല്ല അവർ രക്ഷിക്കുകയാണെങ്കിൽ ഒന്നുകിൽ ആ കഥാപാത്രമായിട്ട് ജീവിക്കാം, അല്ലെങ്കിൽ ചോദിച്ച മരിച്ചു കഴിഞ്ഞാൽ അടുത്ത ആളുടെ ശരീരത്തിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കയറും. ചോദിച്ചയുടെ മുന്നിൽ 12 ബുള്ളറ്റ്സ് ഡെത്ത് വെക്കും. അതിനുശേഷം പറയും, നീ ഓരോ ആൾക്കാരുടെ ശരീരത്തിൽ പോയി അവരെ രക്ഷിക്കാൻ കഴിയാതെ മരിച്ച് നീ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ ബുള്ളറ്റ്സിന് വെടിവെക്കുന്നു, നീ പിന്നെ അടുത്ത ആളുടെ ശരീരത്തിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കയറുന്നു. അങ്ങനെ 12 പ്രാവശ്യം അവരെ രക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ നീ നരകത്തിലേക്ക് തന്നെ പോകും. അതല്ല നിനക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. ഇപ്പോഴാണെങ്കിൽ ജീവിക്കാം, 12 പേരുടെ ശരീരത്തിൽ ജീവിക്കാം. അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുക്കുന്നു. ടൈം ട്രാവൽ ഡ്രാമ ഞാൻ കുറേ കണ്ടിട്ടുണ്ടെങ്കിലും ഇതിനുള്ള എക്സ്പീരിയൻസ് ഒരു രക്ഷയില്ല, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ എന്തായാലും ഇത് മസ്റ്റ് വാച്ചാണ്, ഇത് കണ്ടിരിക്കണം. അധികം ലാഗൊന്നുമില്ല, 8 എപ്പിസോഡേ ഉള്ളൂ. പക്ഷേ ക്യാരക്ടേഴ്സ് കുറച്ച് സ്പീഡിൽ പോകുന്നുണ്ടോ ഒരു സംശയമുണ്ട്. ചില ക്യാരക്ടേഴ്സിൻ്റെ മരണങ്ങളൊക്കെ പെട്ടെന്ന് നടക്കുന്നത്. എന്നിരുന്നാലും നമ്മൾ എൻഗേജ്ഡ് ആക്കും. നമ്മൾ ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും അടുത്തെന്താ സംഭവിക്കുന്നത് ആ ഒരു ഫീൽ കിട്ടും. അത് തന്നെയല്ല, നായകൻ കയറുന്ന ഓരോ കഥാപാത്രങ്ങളും നായകനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. കാര്യം പറഞ്ഞാൽ 8 എപ്പിസോഡേ ഉള്ളെങ്കിലും ആ 8 എപ്പിസോഡ് നമ്മൾ വളരെ ത്രില്ലിംഗ് ആയിട്ട് നമ്മൾ പിടിച്ചിരുത്തുന്ന എപ്പിസോഡുകളാണ്. അതാണ് ഈ ഡ്രാമയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്. ഡ്രാമയുടെ ലാസ്റ്റ് എപ്പിസോഡൊക്കെ വളരെ നമ്മൾ പിടിച്ചിരുത്തുന്ന എപ്പിസോഡ്സാണ്. അതുകൊണ്ട് എല്ലാവരും മസ്റ്റായിട്ട് കാണണം. താങ്ക് യു.